ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ചക്കയൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കയും ചക്കക്കുരുവൊക്കെ ഒത്തിരി കിട്ടാനുണ്ട്. പക്ഷേ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന പ്രവാസികൾക്കൊക്കെ ഇത് പൊന്നും വില കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങേണ്ടി വരിക. അങ്ങനെയുള്ളവർക്ക് കാശ് ഒരുപാട് ചിലവാക്കാതെ നമുക്ക് സീസൺ ആവുമ്പോൾ കിട്ടുന്ന ആ ചക്കക്കുരു ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ പൂപ്പലൊന്നും വരാതെ, പൂത്തു പോകാതെ, കേടാകാതെ നമുക്ക് എങ്ങനെയാണ് വർഷങ്ങളോളം ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കൂടാതെ തന്നെ ഒരു നല്ല കിടിലൻ നാടൻ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 തരത്തിൽ ചക്കക്കുരു തരംതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് കിട്ടിയ ചക്കക്കുരു, അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2 ദിവസം ഉണങ്ങിയതാണ്. വെയിലത്തിട്ട് ഉണക്കുകയല്ല കേട്ടോ, സാധാരണ റൂം ടെമ്പറേച്ചറിൽ മുറിയുടെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. വലിപ്പം കുറഞ്ഞതാവട്ടെ ഞാൻ കുറച്ച് ദിവസം മുമ്പേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഇതുപോലുള്ള കട്ടി കുറഞ്ഞ പോളിത്തീൻ കവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ന്യൂസ് പേപ്പർ ചെറിയ പീസുകളാക്കിയതോ ടിഷ്യൂ പേപ്പറോ ഇട്ട് വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് വെക്കാം. പൊട്ടിയതോ അല്ലെങ്കിൽ വേര് വന്നതോ ആയിട്ടുള്ള ചക്കക്കുരുകളൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ നല്ലത്. നല്ല ക്ലീനായിട്ട് ഉണങ്ങിയിട്ടുള്ള ചക്കക്കുരുവാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ പോളിത്തീൻ കവർ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക. ഇനി അത് ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഒരു മൺകുടത്തിലേക്കാണ്. മൺകുടത്തിലേക്കോ മൺചട്ടിയിലേക്കോ നമുക്ക് ഇതുപോലെ ഇട്ട് വയ്ക്കാം. മൺചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ ചെറിയ കവറുകളാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചക്കക്കുരു നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി അതൊന്ന് അടച്ച് മുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂപ്പലൊന്നും കയറാതെ തന്നെ നമുക്ക് മാസങ്ങളോളം ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ്, ഞാൻ കുറച്ച് അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ ചക്കക്കുരു നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുള്ള പൊട്ടലൊന്നും ഇല്ലാത്ത ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി അത് ചെറിയ പൊതികളായിട്ട്, വായുവൊന്നും കയറാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് ചെറിയ പൊതികളായിട്ട് നമുക്കിതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കേടുവരാതെ നമുക്ക് ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതുപോലെ ടൈറ്റായിട്ട് നമുക്ക് പൊതിഞ്ഞ് വെക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, ഞാനിവിടെ ഒരു ഡിസ്പോസൽ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ചക്കക്കുരുകൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുട്ടത്തോട് നല്ല ഡ്രൈ ആക്കിയിട്ടുള്ളത്, കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയിട്ടുള്ളത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. മിക്സിയിലിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ക്രഷ് ചെയ്തത് ഞാൻ ഈ ചക്കക്കുരുവിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് അടച്ച് വെച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം ഇത് കേടാകാതെ, നമുക്ക് പൂപ്പലൊന്നും വരാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ഇതുപോലുള്ള സിപ്ലോക്ക് കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാനായിട്ട് വർഷങ്ങളോളം നമുക്ക് ഈ ഒരു രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചക്കക്കുരു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എയറൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് ഈ ബാഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ ഇത് കേടാകാതെ തന്നെ നമുക്ക് കറികളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാനിത് ഒരുപാട് നാളായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് ആ മുട്ടത്തോടൊക്കെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരുവാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ഉപയോഗിക്കുന്ന വിധം കൂടി പറഞ്ഞു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും തന്നെ അതിൽ കേടൊന്നും വരാതെ കുറച്ചൊന്ന് ഉണങ്ങിയ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാം. ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ലാതെ അതിൻ്റെ ആ ഒരു രുചി അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഉണങ്ങിയ രീതിയിലാണെങ്കിൽ കൂടി നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്, കറികളിലൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ഇട്ട് വയ്ക്കാം. ഞാനിതിപ്പോൾ ഓവർനൈറ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്നും എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി ഭാഗം ഒന്ന് മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കറി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ രുചി ഒട്ടും തന്നെ പോകാതെ നമുക്ക് നല്ല ഫ്രഷ് ചക്കക്കുരു കറി വയ്ക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് വെച്ചിട്ട് ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിക്കുന്നുണ്ട്.
ഇതിൻ്റെ ആ ഒരു തൊലി ഭാഗമൊക്കെ നമുക്കിതൊന്ന് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ട് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇത് ഒട്ടും തന്നെ കേടാകാത്ത രീതിയിൽ പുത്തൊന്നും പോകാതെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാണിച്ച ടിപ്സുകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാം നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചക്കക്കുരു വെച്ചിട്ട് എങ്ങനെയാണ് കറി വയ്ക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ചക്കക്കുരു വട്ടത്തിൽ അരിഞ്ഞിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് ചെറുതീയിൽ വേവുന്നത് വരെ, പകുതി വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു സവാള പകുതി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് നല്ല മഷി പോലെ ഈ ഒരു അരപ്പ് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 300 ഗ്രാം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതുകൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മതിയാകും. ചെമ്മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ചെമ്മീൻ വെന്തതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ടുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്കനുസരിച്ചിട്ട് ഞാനിവിടെ മാങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം തിളച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് റെഡിയാക്കാം. ഞാനപ്പോൾ അത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുഞ്ഞുള്ളി ഒരു 2-3 ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തിളച്ച് വന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദീർഘകാലം സൂക്ഷിച്ചു വെച്ച ചക്കക്കുരു എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് കൂടി കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചക്കക്കുരു ട്രൈ ആക്കി വെക്കാം. എല്ലാ ടിപ്സും നല്ല എഫക്റ്റീവായിട്ടുള്ളത് തന്നെയാണ്. ദീർഘകാലം നമുക്ക് കേടുകൂടാതെ തന്നെ ചക്കക്കുരു സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.